ഭയങ്കര പാനിക്കായിട്ട് തന്നെ ഞാൻ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കൂളായി, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി, പ്ലേസ്ഡ് ആയി, വളരെ സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു എക്സാം കണ്ടക്ട് ചെയ്തതിന് എക്സാം കുഴപ്പമില്ലായിരുന്നു, അതിൽ സ്കോർ ചെയ്യാൻ പറ്റി. ഇൻ്റർവ്യൂ അതേപോലെ തന്നെ നല്ല രീതിയിൽ. പിന്നെ ഒരു HR റൗണ്ട് ഉണ്ടായിരുന്നു, സെലക്റ്റായി, സന്തോഷം. കാർഡിയ ട്രെയിനറാണ്. ഇപ്പോൾ കറൻ്റ് നമ്മളിരിക്കുന്നത് കാർഡിയ പാലക്കാട് ബ്രാഞ്ചിലാണ്. ഇപ്പോൾ ക്ലാരിസ് മൈസൂരിൻ്റെ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് ചോദിച്ചറിയാം. ഞാൻ ശ്രുതി, പാലക്കാട് കാർഡിലാണ് പഠിച്ചത്. ഇൻ്റർവ്യൂ നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സാറൊക്കെ നല്ല സപ്പോർട്ടിങ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മാമാണെങ്കിൽ എല്ലാവരും കുഴപ്പമില്ലാത്ത ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്? അതായത് സിസ്റ്റം ബേസ്ഡ് ആയിരുന്നു. എൻ്റെ അടുത്ത് നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റവും ചോദിച്ചു. എൻ്റെ പേര് വിസ്മയ, ഞാൻ പെരുന്തൽമണ്ണ കാർഡിയിൽ നിന്നാണ് വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ പേര് ആദില, ഞാൻ കാർഡിയ പെരിന്തൽമണ്ണയിലാണ് പഠിച്ചത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുന്നതാണെങ്കിൽ നല്ല സപ്പോർട്ടീവായിരുന്നു. ക്വസ്റ്റ്യൻസിലാണെങ്കിലും നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനെല്ലാം നല്ല ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് അഞ്ജലി, ഞാൻ കാലിക്കറ്റ് കാർഡിയലായിരുന്നു. അപ്പോൾ ആദ്യം ഒരു എക്സാം കണ്ടക്ട് ചെയ്തതിന് എക്സാം കുഴപ്പമില്ലായിരുന്നു, അതിൽ സ്കോർ ചെയ്യാൻ പറ്റി. ഇൻ്റർവ്യൂ അതേപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. കൂടുതൽ സിസ്റ്റം വൈസാണ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. എൻ്റെ പേര് സുമിൻ, ഞാൻ പാലക്കാട് കാർഡിയിൽ തന്നെ പഠിച്ച. ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന് ഇൻ്റർവ്യൂ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു, എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു, അത് പാസ്സായിട്ടാണ് പിന്നെയാണ് ഇൻ്റർവ്യൂ സെക്ഷനോട്ട് കടന്നത്. കുഴപ്പമില്ലായിരുന്നു. എൻ്റെ പേര് അബ്ദുറഹ്മാൻ, ഞാൻ കണ്ണൂർ കാർഡിയയിലാണ് പഠിച്ചത്. ആദ്യം ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് നമ്മൾ പാസ്സായി. അതിനുശേഷമാണ് ഇൻ്റർവ്യൂ ഉണ്ടായത്. ഇൻ്റർവ്യൂ വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായത്, നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ഇൻ്റർവ്യൂ ഇപ്പോൾ പാസ്സായി. എൻ്റെ പേര് മുഹമ്മദ് നദീം, ഞാൻ കണ്ണൂർ കാർഡിയ സ്റ്റുഡൻ്റാണ്. ഇൻ്റർവ്യൂ ആദ്യം ഒരു അസസ്മെൻറ്റിൽ സെലക്ട് ആയവരെ പിന്നെ നെക്സ്റ്റ് റൗണ്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ. അതിൽ ഇവർ കാർഡിയൻ്റെ സിലബസ് പോലെ തന്നെ അവരിൽ ചോദിച്ചത് ഫിസിയോളജി ആയിരുന്നു, ഏതെങ്കിലും സിസ്റ്റം. എന്നോട് ചോദിച്ചത് റെസ്പിറേറ്ററി സിസ്റ്റം ആയിരുന്നു. എൻ്റെ പേര് അസ്ന ഫർഹത്ത്, ഞങ്ങൾ തിരൂരിൽ നിന്ന് കാർഡിയ എന്നാണ് വന്നത്. ഞങ്ങൾ ക്ലാരസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് കാർഡിയയിൽ വന്നത്. ഫസ്റ്റ് ഒരു എക്സാം മോഡലിലായിരുന്നു, അനാട്ടമി ക്വസ്റ്റ്യൻസും അതേപോലെ വേറെ 2 ക്വസ്റ്റ്യൻസും കൂടി തന്നിട്ടായിരുന്നു. പിന്നെ ഒരു HR റൗണ്ട് ഉണ്ടായിരുന്നു, സെലക്റ്റായി, സന്തോഷം. എൻ്റെ പേര് ഹസൻ ഹാരിസ്, ഞാൻ കാലിക്കറ്റ് കാർഡിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അനാട്ടമി എക്സാം ആയിരുന്നു, പിന്നെ സിസ്റ്റം ബേസ്ഡ് ഇൻ്റർവ്യൂ ആയിരുന്നു. എല്ലാം നല്ല, സാറൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, നമുക്ക് സുഖമായിരുന്നു. താങ്ക് യു. എൻ്റെ പേര് ആകാശന പ്രകാശ്, ഞാൻ കണ്ണൂർ കാർഡിയനാണ്. ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നതാണ്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു, നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. എൻ്റെ പേര് ഹിമ, ഞാൻ ഇവിടെ പാലക്കാട് കാർഡിയയിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പാനിക്കായിട്ട് തന്നെ ഞാൻ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര കൂളായി, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി, പ്ലേസ്ഡ് ആയി, വളരെ സന്തോഷം. നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാരിസ് മൈസൂരിൻ്റെ ഇൻ്റർവ്യൂ ഡ്രൈവ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കൊരു 45 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതിൽ 41 സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. ആൻഡ് എസ്പെഷ്യലി ഇത് പറയാനുള്ളത്, ഇതൊരു നോൺ CPC ഡ്രൈവാണ്. ഏത് ഡിഗ്രിയുള്ള സ്റ്റുഡൻറ്റിനും നോൺ CPC ആയിട്ട് കൊടുക്കുന്നൊരു വേക്കൻസി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഈ സക്സസ്ഫുള്ളി ഈ ഡ്രൈവ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റുഡൻസൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, പല സ്റ്റുഡൻസിനും തീരെ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്.
അപ്പോൾ മൈസൂരിൽ തന്നെ ഇപ്പം നമുക്കിപ്പം ക്ലാരസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13ാമത്തെ ക്ലാരസിൻ്റെ ഡ്രൈവാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ആൻഡ് മൈസൂരുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അവരുടെ തന്നെ സെക്കൻഡ് ഡ്രൈവാണ്. ഫസ്റ്റ് വന്നത് അവർ CPC കാൻഡിഡേറ്റ്സിനായിരുന്നു കൂടുതലുണ്ടായത്. എന്നാൽ ഇപ്പോൾ വന്നത് നോൺ CPCക്കാർക്കാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ ഒരുപാട് കുട്ടികളെ പ്ലേസ് ആക്കിയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് ഗാർഡിയൻസിനുണ്ട്. ആൻഡ് ഇനിയും ആ ഹിസ്റ്ററി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഓൾ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ പ്രൗഡ് മൊമെന്റിലുള്ളത് നമ്മളെ കുട്ടികൾ ക്ലാരസ് മൈസൂരിലേക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ആ പ്ലേസ്മെന്റ് ഡ്രൈവ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ. ആ ഡ്രൈവിൽ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അസസ്മെന്റ് ടെസ്റ്റിൽ 5 ക്വസ്റ്റ്യൻ ആപ്റ്റിറ്റ്യൂഡിനും 5 ക്വസ്റ്റ്യൻ കോംപ്രിഹെൻസീവ് എന്നും ആൻഡ് 15 ക്വസ്റ്റ്യൻ ഫ്രം അനാറ്റമി. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അതിൽ ഈച്ച് പാർട്ടിനും 15% സ്കോർ ചെയ്യണം. അങ്ങനെയായിരുന്നു. ടോട്ടൽ ഓവറോൾ 25 ക്വസ്റ്റ്യനിൽ എല്ലാ പാർട്ടിനും 50% സ്കോർ ചെയ്താൽ അവർ ക്വാളിഫൈഡ് ആയി. അങ്ങനെ അതിനുശേഷം അവർക്ക് HR റൗണ്ടും, അതായത് HR റൗണ്ടും ടെക്നിക്കൽ റൗണ്ടും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അവരുണ്ട്. അങ്ങനെ 45 കുട്ടികൾ അറ്റൻഡ് ചെയ്തതിൽ 41 കുട്ടികൾ 45 കുട്ടികളെ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തതിൽ 41 സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഈ ഡ്രൈവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോൺ CPC കാൻഡിഡേറ്റ്സിനാണ് അവർ മാക്സിമം ഫോക്കസ് ചെയ്തത്. അപ്പോൾ അവർ നോൺ CPC കുട്ടികൾക്ക്, നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവല്ലോ, കുറേ കുട്ടികൾക്ക് ഉണ്ടാവല്ലോ ഈ CPC എക്സാം എഴുതാനുള്ള ക്യാഷിന്റെ പ്രശ്നമുള്ളവർക്ക്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഇഷ്യൂ ഉള്ളവർക്കൊക്കെ പറ്റിയ കമ്പനി ആയിരുന്നു. അതായത് ഇതിലേക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നോൺ CPC ആയിട്ട് അവരെടുക്കും. അതോടൊപ്പം തന്നെ നല്ല പാക്കേജും കൊടുക്കുന്നുണ്ട്. അതായത് 13 ടേക്ക് ഹോം, പിന്നെ ഓവർ ടൈം അനുസരിച്ചിട്ടുണ്ട്, പിന്നെ അറ്റൻഡൻസിനും ഉണ്ട്. അപ്പോൾ അവർ സാലറി നോക്കുമ്പോൾ, ഓവറോൾ സാലറി നോക്കുമ്പോൾ അവർക്ക് CPCക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് അതേപോലെ തന്നെ അവർക്ക് നോൺ CPC ആയിട്ടും ഈ കാൻഡിഡേറ്റ്സിന് കിട്ടുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, 1 കൊല്ലം 1.5 കൊല്ലം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ CPC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഫീ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക്. ഇതുവരെ അവർ 13 ഡ്രൈവ് നടത്തി. ഇനിയും അവർ ഡ്രൈവ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലും അവർ ഡ്രൈവ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ വരുന്ന ഡ്രൈവ് എന്ന് പറഞ്ഞാൽ CPC പ്ലസ് നോൺ CPC ആണ്. 2 പേർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടിയത്. അപ്പോൾ അവർക്ക് ഫ്യൂച്ചറിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ.